ഹലോ നമസ്കാരം. അപ്പോൾ നല്ല കട്ടിയുള്ള നല്ല ഗ്രേവി ആയിട്ടുള്ള ഒരു ബീഫ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ 1 കിലോ ബീഫ് നല്ല കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും 1/2 സ്പൂൺ വീതം, ഒരു 1/2 ടേബിൾ സ്പൂൺ വീതം ഇട്ട് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം. അതുപോലെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ, ഗരം മസാല 1/2 സ്പൂൺ, ഉപ്പ് 1/2 സ്പൂൺ. ഇനി അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലപോലെ ഗ്രേവി ആയിട്ട് കിട്ടേണ്ടതായതുകൊണ്ടാണ് ഞാൻ ഇത്രയും വെള്ളം ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതിനി കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിൽ 1 വിസിലും 4 വിസിൽ സിമ്മിൽ ഇട്ടിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുത്തത്. അപ്പോൾ ഓരോരുത്തരുടെയും കുക്കറിൻ്റെയും ഇറച്ചിയുടെ വേവിൻ്റെയും രീതി നോക്കിയിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ പ്രഷറൊക്കെ പോകുന്നത് വരെ അത് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളും കൂടിയും അരിഞ്ഞ് റെഡിയാക്കി വെക്കേണ്ടതുണ്ട്. ചെറിയുള്ളി ഒരു 10-20 എണ്ണം ഞാൻ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞിട്ടുണ്ട്. വെളുത്തുള്ളിയും ഇഞ്ചിയും 1 ടേബിൾ സ്പൂണോളം ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞിട്ടുണ്ട്. 2 സബോളയും ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞിട്ടുണ്ട്. അതുപോലെ ആവശ്യത്തിനധികം കറിവേപ്പിലയും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് കുറച്ച് ജീരകം, പെരിഞ്ജീരകം 1/2 ടേബിൾ സ്പൂൺ, 5 ഉണക്കമുളക്, 5 ഏലക്ക, 5 കരയാമ്പൂ, പിന്നെ കറുകപ്പട്ട ഒരു 2-3 എണ്ണം. അതും നമ്മൾ റെഡിയാക്കി വയ്ക്കാം. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒരു 2-3 ടേബിൾ സ്പൂണോളം ഒരു കടായിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് ചൂടായി വരുമ്പോൾ നമ്മൾ ആദ്യം കാണിച്ച മസാലകളൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ജീരകം, ഉണക്കമുളക്, കറുകപ്പട്ട, ഏലക്ക, കറിയാമ്പൂ, ആ സംഭവങ്ങളൊക്കെ നമുക്കിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാതും, ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, സബോള എല്ലാതും അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് 1/2 സ്പൂൺ ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. അപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ സാധാരണ മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം മുളക് പൊടിയുടെ ഒപ്പം നിങ്ങൾക്ക് കാശ്മീരി ചില്ലി പൗഡർ വേണമെങ്കിൽ ഇടാം. അത് ഇടുന്നുണ്ടെങ്കിൽ അത് 1 ടേബിൾ സ്പൂണും സാധാരണ മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ ഇട്ടാൽ മതി. അപ്പോൾ നല്ലൊരു കളർ കിട്ടും. അപ്പോൾ എൻ്റെ കയ്യിൽ കാശ്മീരി ചില്ലിയൊന്നും ഇല്ല, അപ്പോൾ ഞാൻ ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ അങ്ങനെ തന്നെ ഇട്ടിരിക്കുകയാണ്. പിന്നെ മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗരം മസാല 1/2 സ്പൂണും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഇളക്കി ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് ചൂടാക്കി എടുക്കാം. തീ കുറച്ചിട്ട് വേണം പൊടികൾ ഇടുന്നതിന് മുൻപിട്ട്, അത് ഞാൻ പറയാൻ വിട്ടുപോയി. തീ കുറച്ചോളാം. ഇനി അതിലേക്ക് ഞാനൊരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് നമുക്കിത് നല്ലപോലെ തക്കാളി വേവിച്ചെടുക്കാം. നല്ലപോലെ ഉടഞ്ഞ് നല്ല പാകമായിട്ട് കിട്ടണം. അപ്പോൾ അത് നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. പിന്നെ നമുക്ക് ബീഫ് കറിയിൽ നല്ല തിക്ക് ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു സൂത്രപ്പണിയാണിത്. നമ്മൾ ആ ഇറച്ചി വേവിക്കുമ്പോഴുള്ള ആ വെള്ളത്തിൽ നിന്ന് കുറച്ച് വെള്ളം നമ്മളൊരു മസാല അരയ്ക്കുമ്പോൾ നമ്മൾ കടായിൽ വെച്ചിരിക്കുന്ന മസാലയും ഈ വെള്ളം കൂടി ചേർത്ത് അരച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഈ വെള്ളത്തിൽ നിന്ന് കുറച്ച് വെള്ളം നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല ചൂടുണ്ട്, ഒന്ന് ചൂടാറിയതിന് ശേഷം മാത്രം മിക്സി ഓണാക്കി അരച്ചാൽ മതി കേട്ടോ. അപ്പം അത് നീക്കി വയ്ക്കുക. പിന്നെ നമ്മൾ തക്കാളി ഇട്ട് വേവിച്ചുകൊണ്ടിരിക്കുന്ന മസാല അത്യാവശ്യം തക്കാളിയൊക്കെ ഉടഞ്ഞ് വെന്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ഞാനെടുത്ത് മിക്സിയുടെ ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ 1/4 ഭാഗത്തോളം എടുത്ത് ആ വെള്ളത്തിൽ നല്ലപോലെ അരച്ച് നല്ല പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കാം. അപ്പോൾ ഒത്തിരി ഒന്ന് ചൂടാറിയതിന് ശേഷം മാത്രം മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ അത് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ച് കൊണ്ടിട്ടുണ്ട്. അത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കടായിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് അതിൻ്റെ ബാക്കി എല്ലാ ഗ്രേവിയും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കടായിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്യാം. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി, കുക്കറിലുള്ള ഇറച്ചി കംപ്ലീറ്റ് വെള്ളമടക്കം അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ കുറച്ച് തിക്നെസ്സായിട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നല്ല കട്ടിയുള്ള ഗ്രേവി ആയിട്ട് കിട്ടും. വെള്ളം പോലെ ഇരിക്കില്ല, ഇറച്ചി കറി നല്ല കട്ടിയിലിരിക്കും. അപ്പോൾ ഇതൊന്ന് തിളയ്ക്കാനായിട്ട് അനുവദിക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ച് ഇത് തിളച്ച് നല്ല തിക്കായിട്ട് ഇരിപ്പുണ്ട്. കണ്ടോ, ഒന്നും കൂടിയും തിക്കായി. ഇനി ഇതിരുന്ന് ഒന്നും കൂടി ഒന്ന് പറ്റും. അപ്പോൾ നല്ല നമുക്ക് ചോറ് കൂട്ടിയും ചപ്പാത്തി കൂട്ടിയാം അല്ലെങ്കിൽ ഭൂരിയോ ബ്രെഡോ എന്തുവാണെങ്കിലും കൂട്ടി നമുക്ക് ഇത് കഴിക്കാം. അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഒരല്പം ഉപ്പ് കുറവുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ഇടാൻ ഞാനൊരു 1/2 സ്പൂണും കൂടിയും ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്.
നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് 1-2 സാധനങ്ങളും കൂടി ആഡ് ചെയ്യാനുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടാത്ത ബീഫ് കറി ഉണ്ടാവുമല്ലേ, അപ്പോൾ അതും കൂടി ഒന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് സബോള നല്ല പൊടിയായിട്ട് അരിഞ്ഞതും ഒക്കെ ഇങ്ങനെ മീതയ്ക്ക് വെറുതെ ഒന്നിട്ട് ഡെക്കറേഷനൊക്കെ ചെയ്യാം. അപ്പോൾ അതിങ്ങനെ വെറുതെ കടിക്കാൻ കിട്ടുമ്പോഴും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ കണ്ടില്ലേ നല്ല കട്ടിയിലിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ തിക്കായിട്ടുള്ള ഗ്രേവി ഉള്ള ബീഫ് കറി. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒരു തവണയെങ്കിലും ഒന്ന് ബീഫ് വീട്ടിൽ മേടിക്കുമ്പോൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. നല്ല ഗ്രേവി നല്ല പാകത്തിന് നമുക്ക് കിട്ടും. പൊറോട്ടയ്ക്ക് കൂട്ടി കഴിക്കാൻ നല്ല പാകത്തിലുള്ള ഗ്രേവിയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്